ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സൗജന്യ പാർക്കിംഗ് ദുബായ് RTA പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മൾട്ടി ലെവൽ പാർക്കിംഗ് ടെർമിനലുകൾ ഒഴികെയുള്ള പൊതു പാർക്കിംഗുകൾ സൗജന്യമായിരിക്കും. ജൂൺ 5 അറഫ ദിനം മുതൽ ജൂൺ 8 ഞായറാഴ്ച വരെയാണ് പൊതു പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്ന് RTA അറിയിക്കുന്നത്. ദുബായ് RTA അറിയിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെട്രോയുടെയും ദുബായ് ട്രാമിൻ്റെയും സമയക്രമത്തിൽ ഇതിനോടനുബന്ധിച്ച് വന്ന മാറ്റമാണ്. ജൂൺ 4 ബുധനാഴ്ച മുതൽ ജൂൺ 7 ശനിയാഴ്ച വരെ ദുബായ് മെട്രോയുടെ സമയം രാവിലെ 5 മണി മുതൽ പുലർച്ചെ 1 വരെ ഉണ്ടാവും. ഈ ദിവസങ്ങളിൽ ദുബായ് ട്രാം രാവിലെ 6 മണി മുതൽ പുലർച്ചെ 1 വരെയുമാകുമെന്നാണ് ദുബായ് RTA അറിയിക്കുന്നത്. ബലിപെരുന്നാൾ വരുന്നത് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ 2 നമസ്കാരങ്ങൾ വെള്ളിയാഴ്ച ദിവസം നടക്കുന്നുണ്ട്. സാധാരണ ജുമുഅ നമസ്കാരം, ബലിപെരുന്നാൾ നമസ്കാരവും. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ UAE ഫത്വ കൗൺസിൽ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 2 നമസ്കാരങ്ങളും ഒരുമിച്ച് വരുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനാ സന്ദർഭങ്ങളിൽ ഇതിലൂടെ ഒരു വ്യക്തത വരുത്തുകയാണ് ഫത്വ കൗൺസിൽ. 2 നമസ്കാരങ്ങളും നിശ്ചിത സമയത്ത് തന്നെ വെവ്വേറെ സമയത്ത് തന്നെ നടക്കുമെന്നാണ് പ്രഖ്യാപനമായിട്ട് വരുന്നത്. UAE-ൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സൂര്യോദയത്തിന് ശേഷം 15-20 മിനിറ്റുകൾക്ക് ശേഷമാണ് സാധാരണ ഈദ് നമസ്കാരങ്ങൾ നടക്കാറുള്ളത്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹം. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഈ ഒരു കാര്യം UAE-ലുള്ള പ്രവാസികൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സമയത്ത് തട്ടിപ്പുകൾ വർദ്ധിക്കാൻ വലിയ സാധ്യതയുണ്ട്. ആകർഷകമായിട്ടുള്ള ഡീലുകൾ, പൊതുജന താല്പര്യത്തെ മുതലെടുക്കുന്ന പരിപാടികൾ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ സമയത്താണ് നടക്കാറുള്ളത്. ഇപ്പോൾ ഈ ഈദുൽ അദ്ഹ പെരുന്നാൾ, ബലിപെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പൈസയൊന്നും നോക്കില്ല, കാശൊന്നും നോക്കാതെ പർച്ചേസ് ചെയ്യും. ഇതിനൊക്കെ മുതലെടുക്കുന്ന ഒരുപാട് വിരുദ്ധന്മാർ മാർക്കറ്റിലുണ്ടാവും. ഈ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വ്യാജ വെബ്സൈറ്റ്, ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലും പൈസയും കാര്യങ്ങളൊന്നും നമ്മൾ അത്ര പെട്ടെന്ന് ശ്രദ്ധിച്ചോണമെന്നില്ല ഈ ഒരു തിരക്കുകൾക്കിടയിലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ ആധികാരികത പരിശോധിക്കണം. സോഷ്യൽ മീഡിയയുടെ വ്യാജ ഫേക്ക് പ്രൊമോഷൻസിലൊന്നും വീഴാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ബലി അർപ്പിക്കുന്ന കാര്യങ്ങളിൽ വരെ ഇത്തരം തട്ടിപ്പുകൾ ഉള്ളതായിട്ട് നമ്മൾ മുൻപൊക്കെ വാർത്തകളിൽ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ, അവധിക്കാല ടൂറിസം പാക്കേജുകൾ. ഇതിൻ്റെയൊക്കെ ആധികാരികത ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോവുക എന്നുകൂടി ഇതോടൊപ്പം പറയുന്നുണ്ട്. ഇന്ന് താപനിലയിൽ താരതമ്യേന കുറവ് അനുഭവപ്പെട്ടതായിട്ടാണ് NCM-ന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വരുന്ന 1-2 ദിവസം, അതായത് ജൂൺ 3-4 തീയതികളിൽ നേരിയ രീതിയിൽ ചൂട് കുറയാനാണ് സാധ്യത. ഹ്യൂമിഡിറ്റിയും കുറയുമെന്നാണ് പറയുന്നത്. പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥ 1-2 ദിവസം അനുഭവപ്പെട്ടേക്കാമെന്നാണ് പറയുന്നത്. എന്നാൽ പൊടി നിറഞ്ഞ ഒരു കാലാവസ്ഥ കൂടി പ്രതീക്ഷിക്കണമെന്നാണ് NCM ചൂണ്ടിക്കാട്ടുന്നത്. Night updates supported by Tasi Gold and Diamonds, Partha Signature, Abu Shagara, Sharjah, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket,